എല്ലാവർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ലേണിംഗ് സീരീസ്, അതിപ്പോൾ ഇൻട്രാഡേ ഇക്വിറ്റി ആയാലും ഷോർട്ട് ടേം ആയാലും അതിനുശേഷം നമ്മൾ ഓപ്ഷൻസിൻ്റെയും സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇനി തൊട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ഉള്ള ഞാൻ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ എൻ്റെ ലെവൽസ്. ഇപ്പോൾ ഇന്നത് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇനിയിപ്പോൾ മാർക്കറ്റില്ല, ചൊവ്വാഴ്ച ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, അതുപോലെ ചൊവ്വാഴ്ച എൻ്റെ ലെവൽസ് കാണിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച മാർക്കറ്റ് അവേഴ്സ് കഴിയുമ്പോൾ എൻ്റെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതും, അതുപോലെ തന്നെ ബുധനാഴ്ചയ്ക്ക് ഉള്ള ലെവൽസും, അത് നിഫ്റ്റിയിലും സെൻസെക്സിലും കൂടിയിട്ട് അതിന് ഡെയിലി ചെയ്തു പോകുന്നതായിരിക്കും. മാക്സിമം ഒരു ഡെയിലി ഒരു 8 മണിക്ക് മുൻപ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് ആക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ആണ്, വൈറ്റ് ആൻഡ് ബ്ലൂവിൽ. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഓപ്ഷൻസിൻ്റെ സീരീസിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ ഓപ്ഷൻസിൻ്റെ സീരീസ് ഉണ്ട്. ഒരു ചുരുക്കം വീഡിയോസേ ഉള്ളൂ, ഒരു 5-6 വീഡിയോസേ ഉള്ളൂ. അത് കാണുകയാണെങ്കിൽ ഈ ലെവൽസ് ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന രീതി, ഇനിയിപ്പോൾ ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തൊട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, മാർക്കറ്റ് എവിടെ വേണേലും ഓപ്പൺ ആവട്ടെ, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് എങ്ങനെ വേണേലും ഓപ്പൺ ആവട്ടെ, ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിപ്പോൾ 3 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും ഏത് ക്യാൻഡിലായാലും പ്രശ്നമില്ല. ആ ഒരു ക്യാൻഡിൽ ഫോമായി അത് ക്ലോസ് ആയതിനു ശേഷം മുകളിലാവാം, താഴെയാവാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാം. അപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ക്യാൻഡിൽ ഫോമായിട്ട് ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു നോക്കും. ആദ്യത്തെ ക്യാൻഡിലിനെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ആവുന്നു നോക്കും. എൻ്റെ ട്രേഡ് ആ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും വരിക. ആദ്യത്തെ ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും. ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് ആയതും, ആദ്യത്തെ ക്യാൻഡിൽ ഫോമായിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ അതിന് ബ്രേക്ക് ചെയ്തപ്പോൾ അപ്പം തന്നെ ഞാൻ എൻട്രി എടുക്കില്ല. അത് രണ്ടാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിസ്കൗണ്ട് വരും. നമുക്ക് ഈ ഒന്നാമത്തെ ക്യാൻഡിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ഒന്നാമത്തെ ക്യാൻഡിൽ, ഇതാണ് ഒന്നാമത്തെ ക്യാൻഡിൽ, 5 മിനിറ്റിൻ്റെ ഒന്നാമത്തെ ക്യാൻഡിൽ വന്നു, രണ്ടാമത്തെ ക്യാൻഡിൽ വന്നു, മൂന്നാമത്തെ ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഈ ഒന്നാമത്തെ ക്യാൻഡിൽ അടുത്ത് വരെ വന്നു പോയില്ലേ. ഇതുപോലെ അടുത്ത് വരെ വന്നിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്, അതിപ്പോൾ ഈ ഒരു ലെവലാവാം, അല്ലെങ്കിൽ ഈ ഡേയ്സ് ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഒരു റിജക്ഷൻ ഈ ഒരു പോയിന്റിൽ നിന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ, എൻ്റെ ട്രേഡ് ചെയ്യുന്ന ഡയറക്ഷൻ എനിക്ക് ആദ്യമേ മനസ്സിലാവും ഏത് ഡയറക്ഷനാണ്. ആദ്യത്തെ ക്യാൻഡിൽ നിലനിർത്തിയിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു നോക്കിയിട്ടാണ് ഞാൻ ഡയറക്ഷൻ തീരുമാനിക്കുക. എൻട്രി എടുക്കുന്നത് പിന്നീട് തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ആ ഡയറക്ഷനിലേക്കാണ് ട്രേഡ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ രേഖപ്പെടുത്തിയാലോ, അതായത് അന്നേ ദിവസം അതുവരെ രേഖപ്പെടുത്തിയാലോ. ഇനി മുകളിലോട്ടാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആയിരിക്കും ആദ്യ ടാർഗറ്റ്. പിന്നീട് വരുന്ന എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്ത ലെവൽസ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ ഓപ്പൺ ആയിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ മുകളിലോട്ടൊന്ന് കയറി, മൂന്നാമത്തെ 4-ാമത്തെ ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നിട്ട് ഈ കാണിച്ചതുപോലെ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ആ ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. ഇത് ഇന്ന് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കുക, ഡെയിലി നമുക്ക് ഇങ്ങനെ എക്സാമ്പിൾ കാണിക്കുന്നത് പോസിബിൾ അല്ല. ഇതാണ് ആദ്യത്തെ ക്യാൻഡിലിൻ്റെ റേഞ്ച് എന്ന് വിചാരിക്കുക. ആദ്യത്തെ ക്യാൻഡിൽ ഹൈ, രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കുന്ന ഡയറക്ഷൻ മുകളിലോട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് കയറി, രണ്ടാമത്തെയും മൂന്നാമത്തെ ക്യാൻഡിൽ ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറും, പിന്നീട് ഒന്ന് താഴോട്ട് വന്നിട്ട് ഈ ആദ്യത്തെ ക്യാൻഡിൽ ഹൈ ഉണ്ടല്ലോ, ഈ ഹൈൻ്റെ അടുത്ത് വരെയെങ്കിലും വന്നിട്ട് തിരിച്ച് ഒരു റിജക്ഷൻ, ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് ഡേയ്സ് ലോനെ ബ്രേക്ക് ചെയ്യാതെ ഒരു ചെറിയൊരു റിജക്ഷൻ സൂചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് ഇപ്പോൾ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ ഇത്ര വരെ പോയിട്ട് പിന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ താഴോട്ട് വന്നതാണെങ്കിൽ, ഞാൻ പിന്നീട് മുകളിലോട്ട് ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമായിരിക്കും. പിന്നീട് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ലെവൽ, ഇതായിരിക്കും എൻ്റെ അടുത്ത ടാർഗറ്റ് ആയിട്ട് വരും.
ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുക. എൻ്റെ ഓപ്പണിങ്ങിലെ ട്രേഡ് തൊട്ട് ഇങ്ങനെയായിരിക്കും. അപ്പോൾ പിന്നീട് ഇപ്പം മുകളിലോട്ടാണ് രണ്ടാമത്തെ ക്യാൻഡിൽ സൂചിപ്പിച്ചതെങ്കിൽ മുകളിലോട്ട് ഞാൻ ട്രേഡ് എടുക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ, പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും. ഈ ലെവൽസ് എല്ലാം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ലെവലിൻ്റെ ഒക്കെ അടുത്തുനിന്ന് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുകയാണെങ്കിൽ, റിജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് കയറിയിട്ട് ഈ ലെവലുകളിൽ നിന്നും ഒരു റിജക്ഷൻ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ, മുകളിൽ അത്യാവശ്യം ഷാഡോ അല്ലെങ്കിൽ ഒരു വിക്ക്, താഴെ ഒരു ബോഡി ആയിട്ട് ഒരു ക്യാൻഡിൽ ഇങ്ങനെ വരികയാണെങ്കിൽ, എൻ്റെ ലെവൽ ടച്ച് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് വരികയാണെങ്കിൽ ഞാൻ പിന്നീട് ആ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് പിന്നീട് പുട്ട് ഓപ്ഷനിലേക്ക് ആയിരിക്കും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ഇനി അതല്ല താഴോട്ടാണെങ്കിലോ, താഴോട്ടാണ് രണ്ടാമത്തെ ക്യാൻഡിൽ താഴോട്ടാണ് വന്നതെങ്കിൽ പിന്നീട് തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും ഞാൻ താഴോട്ട് തന്നെ ട്രേഡ് എടുക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയാലോ പിന്നീട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അതുപോലെ തന്നെ ഈ ലെവലുകളിൽ നിന്ന് ഏത് പോയിന്റിൽ നിന്നാണോ ഒരു റിജക്ഷൻ എന്നുകൊണ്ട് ഇപ്പം നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, താഴെ അത്യാവശ്യം ഷാഡോ അല്ലെങ്കിൽ ഈ ഒരു വിക്ക് വന്നിട്ട് മുകളിൽ ചെറിയൊരു ബോഡി ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ ഞാൻ മുകളിലോട്ട് ട്രേഡ് എടുക്കും. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും ഞാൻ എൻട്രി എടുക്കുന്നത് മുകളിലോട്ടാണെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ റിജക്ഷൻ്റെ താഴെയായിരിക്കും ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുക. ആദ്യത്തെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രേഡ് ഇപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ വന്നു, രണ്ടാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് കയറി, അങ്ങനെയെങ്കിൽ ഞാൻ ട്രേഡ് എടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്ന ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോ ആയിരിക്കും. അതുപോലെ തന്നെ താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ഹൈ ആയിരിക്കും. പിന്നീട് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരിക്കും ടാർഗറ്റുകൾ. താഴെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിലോട്ട് പിന്നീട് കോൾ ഓപ്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ യൂഷ്വലി എല്ലാ ദിവസവും ചെയ്തു പോവാറ്. ഇതായിരിക്കും എൻ്റെ ലെവൽസും. അത്യാവശ്യം ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല കൺഫർമേഷൻ കിട്ടുന്ന ലെവൽസ് ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നിഫ്റ്റിയിൽ. ഇനി നമുക്ക് സെൻസെക്സ് ജസ്റ്റ് എടുത്ത് നോക്കാം. സെൻസെക്സിൽ എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്. അപ്പോൾ സെൻസെക്സിലും പറയുമ്പോൾ നിഫ്റ്റിയിൽ പറഞ്ഞ അതേ രീതിക്ക് തന്നെയാണ്, ലെവൽസ് മാത്രം വ്യത്യാസം വരും. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ത് വേണേലും തന്നോട്ടെ, രണ്ടാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു നോക്കും, ആ ഡയറക്ഷനിലേക്ക് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും. ഡിസ്കൗണ്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുക്കും. എന്നിട്ട് ആ ഡയറക്ഷനിലേക്ക് തന്നെ ട്രേഡ് എടുക്കും. സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോ അല്ലെങ്കിൽ താഴോട്ടാണെങ്കിൽ ഡേയ്സിലെ ഹൈ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. എന്നിട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ഇല്ലെങ്കിൽ ഹൈ, പിന്നീട് വരുന്ന ടാർഗറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെവൽസ് ആയിരിക്കും. ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അതായത് ഇപ്പോൾ ഇത് താഴെ മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു റിജക്ഷൻ ആണെങ്കിൽ, മുകളിൽ നിന്ന് താഴോട്ട് ട്രേഡ് എടുക്കാൻ ഇങ്ങനെ ഒരു റിജക്ഷൻ ആണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. റിജക്ഷൻ ക്യാൻഡിലിൽ നമുക്ക് ഈ കളർ പ്രാധാന്യമല്ല കേട്ടോ, റെഡ് ആയാലും ഗ്രീൻ ആയാലും വിഷയമില്ല, റിജക്ഷൻ വന്നാൽ മതി. അതായത് മുകളിലോട്ടാണെങ്കിൽ താഴെ ഷാഡോ മുകളിൽ ബോഡി ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരണം. താഴോട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ മുകളിൽ ഷാഡോ താഴെ ബോഡി ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരണം, ഇവിടെയൊക്കെ വന്നതുപോലെ. ഓക്കെ, ഇത് എൻ്റെ ലെവലിൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കും. ഏത് ഡയറക്ഷനിലേക്കാണോ റിജക്ഷൻ കിട്ടിയത് ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കും. ഒന്നേ ഉള്ളൂ, എൻ്റെ ലെവലിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ റിജക്ഷൻ വരണം, അല്ലാത്ത പക്ഷം ഞാൻ എക്സിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ചൊവ്വാഴ്ചത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. താഴോട്ട് ഇതൊക്കെ ആയിരിക്കും ടാർഗറ്റുകളായിട്ട് വരിക. ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷൻ ട്രേഡ് എടുക്കും. മുകളിലോട്ടാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ടാർഗറ്റുകളായിട്ട് വരിക, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഏത് പോയിന്റിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്തിട്ട് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കും. അപ്പോൾ സെൻസെക്സിൽ നിഫ്റ്റിയിലും ഇതാണ് ഞാൻ ഡെയിലി ചെയ്യാറുള്ള കാര്യം. അപ്പോൾ ചൊവ്വാഴ്ച ഇതായിരിക്കും എൻ്റെ പ്ലാന്. നമ്മൾ വെറുതെ പ്രൈസ് അങ്ങോട്ട് പോകും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യുന്നത് ഇൻട്രാഡേ ആണോ? ഇൻട്രാഡേ ആണെങ്കിൽ നമ്മൾ എന്തിനാ ഇപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ അന്നേ ദിവസം എന്ത് തരുന്നോ അതെടുത്തിട്ട് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്.
അങ്ങനെയെങ്കിൽ എന്ത് തരുന്നോ അതെടുക്കുക. അപ്പോൾ ഗ്യാപ്പ് അപ്പ് വരുമോ ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരുമോ ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കുമോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഏത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് വരുന്നോ അത് നമ്മൾ മാന്യമായിട്ട് ട്രേഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സെൻസെക്സും നിഫ്റ്റിയിലും എൻ്റെ ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് പ്ലാന്. ട്യൂസ്ഡേ ഈ ഒരു 8 മണിക്ക് മുൻപ് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ട്യൂസ്ഡേ നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് എൻ്റെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തെന്ന് ട്യൂസ്ഡേ നോക്കും. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നോക്കും. എന്നിട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ബുധനാഴ്ചത്തേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്ത് ബുധനാഴ്ചത്തെ എൻ്റെ പ്ലാൻ ഞാൻ പറയാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.